ഗുഡ് മോർണിംഗ് ഗേസ്. ഇന്ന് നമ്മൾ പറശ്ശിനിക്കട പോകാട്ടോ. അപ്പം വേഗം വേഗം റെഡി ആകണം. അവിടെ 5 മണി തൊട്ട് 7 മണി വരെയാണ് പരിപാടി. അപ്പം മെയിനായിട്ട് ഇത്ര ദൂരത്തുനിന്ന് ഞാൻ ആശിച്ച് വന്നിരിക്കണതാണ്, അത് ഒട്ടും മിസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് വേഗം കുളി കഴിഞ്ഞിട്ട് നമ്മൾ ഇന്നലെ എടുത്ത സാരി, പിന്നെ ഇന്നലെ ഇട്ടിരുന്ന ഡ്രസ്സ് അതൊക്കെ എടുത്ത് ബാഗിലാക്കിയിട്ടാ, അല്ലെങ്കിൽ എല്ലാം മറന്നു പോകും. അപ്പോൾ അതുകൊണ്ട് റൂം മൊത്തം ചെക്ക് ചെയ്തു, എല്ലാം ബാഗിലെടുത്ത് വെച്ചു എന്ന് ഞാൻ കൺഫേം ചെയ്തു. പക്ഷെ ഒരു കാര്യമുണ്ട്, ബ്രഷ് എടുക്കാൻ മറന്നുപോയി. അത് ഞാൻ അറിയണത് പാലക്കാട് എത്തുമ്പോഴാണ്. ഇതൊക്കെ എടുത്ത് വെച്ചതിന് ശേഷം ഞാൻ പയ്യെ റെഡിയാവാൻ തുടങ്ങിയിട്ടാ. റെഡിയാവാൻ അങ്ങനെയൊന്നുമില്ല, ഐബ്രോസൊക്കെ ഒന്ന് ഫില്ല് ചെയ്തു, ലിപ്സ്റ്റിക് ഇടുക, കണ്ണെഴുതുക, ഇതാണ് അവിടെ മെയിൻ പരിപാടി. പിന്നെ ഇപ്രാവശ്യം ഞാൻ മുടി എങ്ങനെയെങ്കിലും മര്യാദക്ക് സെറ്റാക്കണമെന്ന് നേരത്തെ തീരുമാനം എടുത്തിട്ടുണ്ട്. കാരണം ഇന്നലെ പോയത് ഓർമ്മയുണ്ടല്ലോ, ഇന്നലെ പോയത് എനിക്ക് ഒട്ടും ഒക്കെ അല്ലാതെയാണ്. അപ്പോൾ അതുകൊണ്ട് മുടിയൊക്കെ നമ്മളൊന്ന് ഉണക്കി ആദ്യം എടുത്തു. പക്ഷേ ഇല്ലേ, ഞാൻ വീട്ടിൽ നിന്ന് എല്ലാം കൊണ്ടുവന്നിട്ടാ, ചീപ്പ് മാത്രം എടുത്തില്ല. ഇതൊക്കെ ഓർക്കണം അവിടെ ചെല്ലുമ്പോഴാണ്, മുടി ചീവുമ്പോഴാണ് അയ്യോ ചീപ്പ് എടുത്തില്ല എന്ന് ഓർക്കണത്. 2 ദിവസം മുടി ചീവാത്തതിൻ്റെയൊക്കെ ബുദ്ധിമുട്ട് ഞാൻ വീട്ടിൽ വന്ന് കയറി ഉടനെ ചെയ്ത് തീർത്തു കേട്ടോ. റെഡി എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാനാണെങ്കിൽ ഇന്നലെ മുടി അഴിച്ച് കിലുക്കി പറിച്ചിട്ടുണ്ട് പോയിട്ട് അവിടെ ചെല്ലണ സമയത്ത്, അതായത് ബസ്സിൽ കാറ്റൊക്കെ കൊണ്ട് പ്രാന്തിനെ കൂട്ടായി കെട്ടൊക്കെ പിടിച്ച്. അപ്പം അതുകൊണ്ട് ഇന്ന് ഞാൻ ബുദ്ധിപരമായിട്ട് നീങ്ങി വരുന്നില്ല, കെട്ടിവെച്ച് അതന്നെ. മുമ്പിൽ വലിച്ചിട്ടതൊക്കെ പിന്നീട് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ പിന്നെ അവിടെ കുത്തിക്കയറ്റിയൊക്കെ വെച്ചായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഇറങ്ങി നടന്നു, കാരണം അന്ന ഓട്ടോയിലൊക്കെ ആൾക്കാരുണ്ടായി. അപ്പോൾ അതിലാ കാണുന്നത് ഓട്ടോ സ്റ്റാൻഡ് അല്ല കേട്ടോ, അവിടെ എന്തോ അവരൊക്കെ ചായ കുടിക്കാനും പച്ച വെളുപ്പിന് എണീച്ച് ഇറങ്ങിയേക്കണമല്ല. അപ്പോൾ അവരുടെ അടുത്ത് പോയി ചോദിച്ചു. അപ്പോൾ അങ്ങനെ നമ്മളെ ബസ് സ്റ്റാൻഡിൽ കൊണ്ടാക്കി. അപ്പോൾ KSRTC ഉണ്ടായിരുന്നു കേട്ടോ. ഉടനെ KSRTC കയറി. ഇതെങ്ങനെയുണ്ട് മഞ്ഞ്, ഇത് എടുക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. ഭാഗ്യത്തിന് ഇപ്പുറത്തെ സൈഡ് കൂടി മഞ്ഞുള്ളതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റി, അല്ലെങ്കിൽ ഞാൻ മാത്രം കണ്ട് സമാധി അടഞ്ഞേനെ. അതിനുശേഷം നമ്മൾ 7 മണി കഴിഞ്ഞ് അവിടെ എത്തിയപ്പോൾ എനിക്ക് നിരാശയുണ്ടായി. ബസ്സിലിരുന്നിട്ട് എനിക്ക് കരയണമെന്ന് വരെയുണ്ടായി, കാരണം ആശിച്ച് വന്നിട്ട് കാണാൻ പറ്റാതെ തിരിച്ചു പോകണമല്ലോ എന്ന് ഓർത്തു. അപ്പോൾ നമ്മൾ ഓട്ടോ അമ്പലത്തിലേക്ക് പോയത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും കഴിഞ്ഞിട്ടില്ല, കാണാൻ പറ്റി. പക്ഷേ ഇല്ല, വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം നമുക്കറിയാമല്ലോ ഫോട്ടോസോ വീഡിയോസോ ഒന്നും എടുക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് എടുത്തില്ല കേട്ടോ. ഞാൻ ഭയങ്കര ഒരു അരമണിക്കൂർ ഈ പരിപാടിയിൽ നിന്ന് നീട്ടിങ്ങിന്ന് പ്രാർത്ഥിച്ച് വന്നാട്ടാ. അപ്പോൾ ഞാൻ പുറത്തുനിന്ന് ഇങ്ങനത്തെ കടകളിലൊക്കെ എടുത്തു. കടയിലൊന്നും കയറിയില്ല കേട്ടോ, ഒന്നും വാങ്ങിയില്ല. ആദ്യം തന്നെ കൈയും കാലം കഴുകണമെന്ന് പറഞ്ഞിട്ടാ. അപ്പോൾ ഇവിടെ എനിക്ക് തന്നെയുണ്ട്, ഞാൻ ഒരുമാതിരി പേടിച്ചാണ് ഇറങ്ങണത്. എങ്ങാ വീണാൽ തീർന്നില്ലേ. പിന്നെ മാത്രമല്ല, കൈയും കാലം പറഞ്ഞപ്പോൾ ഞാൻ കൈ കഴുകണോ ഈ ഒരു ഡൗട്ടില്ലാട്ടോ ഞാൻ നിൽക്കണം. ആരെങ്കിലും കഴുകണ്ടെന്ന് ചെക്ക് ചെയ്യണം. ആ കാണുന്നത് ഇടങ്കണ്ണൊക്കെ ഇട്ട് അതേപ്പറ്റി ഇത് കണ്ടിട്ടാ. ഇത് അവിടെ അപ്പുറത്തെ സൈഡിൽ ഞാൻ കണ്ടായിരുന്നു ഇങ്ങനെ ബോട്ടിൽ കയറാനുള്ള ഇതൊക്കെ. പക്ഷേ നമ്മൾ അതിലൊന്നും കയറിയൊന്നുമില്ല കേട്ടോ. പിന്നെ നമ്മൾ അകത്ത് പോയപ്പോൾ വെള്ളാട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, കുറച്ച് നേരം ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് അധികം നേരം എനിക്ക് കാണാൻ പറ്റി. അത് കഴിഞ്ഞിട്ട് പ്രസാദം കിട്ടി. അത് ഞാൻ ആദ്യം ഈ ആണുങ്ങളിരിക്കടുത്ത് പോയിരുന്നു. അപ്പോഴാണ് എന്നോട് പറഞ്ഞാൽ അപ്പുറത്താണെന്ന്. പിന്നെ ഞാൻ അപ്പുറത്ത് പോയിരുന്നു. ഈ പട്ടിക്കുട്ടന്മാരെയൊക്കെ വെറുതെ എടുത്തിട്ട് അവിടെ കുറേ പട്ടികളുണ്ടായിരുന്നു. ഞാൻ കുറച്ചിൻ്റെയൊക്കെ വീഡിയോ എടുത്ത്, പിന്നെ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, നല്ല വ്യൂ, വാഹാ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ ആ വീഡിയോ എടുത്ത്. ഞാൻ എടുത്ത വീഡിയോ ആയതുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത്. അതിപ്പോൾ ആരെടുത്ത വീഡിയോ ആയാലും അങ്ങനെ തന്നെയാണ് എൻ്റെ വീഡിയോയിൽ എപ്പോഴും കാണാറ്. അത് നമ്മൾ ഇറങ്ങി കഴിഞ്ഞപ്പോഴാട്ടോ ഞാൻ ഫ്രണ്ട് ഭാഗം കൊടുക്കുന്നത്. അങ്ങോട്ട് ധൃതി പിടിച്ച് കയറുന്ന സമയത്തേ എടുക്കാൻ പറ്റിയില്ല. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ ആ സ്റ്റെപ്പ് കയറിയ പോയത്. ആദ്യം നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലായി. ഞാൻ അവിടെ നിന്ന് കിതച്ച് പയ്യേട്ടാ വലിഞ്ഞ് കയറിയത്. ഇരിക്കണം അമ്മൂമ്മ എനിക്ക് ചന്ദനം തൊട്ട് വന്നിട്ടാ. അതിൻ്റെ ഒന്നും വീഡിയോ എടുത്തില്ലെന്നേ. കാരണം ഞാൻ ആലോചിക്കുന്നത് നല്ല നിമിഷങ്ങളൊക്കെ ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ലല്ലോ, നമ്മളത് ആസ്വദിക്കണമല്ലേ, നമ്മളവിടെ ജീവിക്കണമല്ലേ, അങ്ങനെ വിചാരിച്ചു കേട്ടോ ഞാൻ. അതുകൊണ്ട് അതൊന്നും എടുക്കാൻ പറ്റില്ല. എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ്. പിന്നെ ഞാൻ കുറച്ച് നേരം ഇവിടെ ഇരുന്ന് ഈ ഇരിക്കണതെന്ന് വെച്ചാൽ ഈ സ്റ്റെപ്പ് കയറാനുള്ള ശരീരം അനങ്ങാതിരുന്നിരുന്ന് ഒന്ന് അനങ്ങി കഴിഞ്ഞപ്പോഴേക്കേ പച്ചയുള്ള, പിന്നെ പ്രായമായല്ല അങ്ങനെ. പിന്നെ ഇവിടെ നിന്ന് കയറി കഴിഞ്ഞിട്ട് ഞാൻ നേരെ പോയിട്ട് ഉപ്പ് സോഡ കുടിച്ചായിരുന്നു കേട്ടോ. അതിൻ്റെ ഒന്നും വീഡിയോ എടുത്തില്ല. നേരത്തെ പറഞ്ഞ ആസ്വാദനത്തിൻ്റെ ഭാഗമായിട്ട്, അല്ലാതെ നടന്ന് പരിപ്പിളകൊണ്ടല്ല കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ നല്ലൊരു സ്ഥലം ഉണ്ടായിരുന്നു, ഇത് അവിടെ എന്തോ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ നോക്കിയിട്ട് എനിക്ക് അവിടെ ക്ലിയർ അല്ല. പിന്നെ അവിടെ കുറച്ച് നേരം ഇരുന്നിട്ടാ നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് അവിടെ കുറേ അധികം നേരം ഇരിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ അവിടെ അധികം നേരം ഇരുന്നിട്ടുണ്ടെങ്കിൽ ബസ് പോകുമല്ലോ, ട്രെയിൻ പോകുമല്ലോ. പിന്നെ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ടാണ് ശരിക്കും പറഞ്ഞാൽ വെള്ളം കുടിച്ചത്. അതെ, ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് വെള്ളം കുടിച്ചു. പിന്നെ നമ്മൾ ബസ് സ്റ്റാൻഡിൽ പോയി. ഓൾറെഡി അവിടെ ബസ് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് നേരെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ ഓടിപ്പോയി ടിക്കറ്റ് എടുത്തു. അത് നമ്മുടെ 3ാമത്തെ പ്ലാറ്റ്ഫോമിൽ പോയി ഇരുന്ന്. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഞാനൊരു അട വാങ്ങി, ഇലയട. അല്ലെങ്കിൽ പിന്നെ എനിക്ക് വിശന്നെങ്കിൽ ഇന്നലത്തെ കൊട്ടൂർ പോയ അവസ്ഥയാവും. പിന്നെ ഒരു 7-up വാങ്ങിച്ച് ട്രെയിനിൽ കയറി ഇത് ഓടിയാണ്. എൻ്റെ പൊന്നേ, നമ്മൾ കുറച്ച് ബാക്കിലായി പോയി. പിന്നെ ഫ്രണ്ടിലേക്ക് നല്ല ഓട്ടം. എൻ്റെ ചെരുപ്പ് പിന്നെ ഇച്ചിരി വലുതായതുകൊണ്ട് കാലൊക്കെ പുറത്തിറങ്ങി. ഞാൻ വിചാരിച്ച അലച്ചം കെട്ടി വീഴുമെന്ന്. അങ്ങനെ എറണാകുളത്ത് ഇറങ്ങേണ്ട നമ്മൾ ആലുവയിൽ ഇറങ്ങി ധൃതി കാരണം. ഇപ്പോൾ ഒറ്റ ചിന്തയുള്ളൂ, വീട്ടിൽ പോകണം, ചോറിനണം. ബായ്.